വീണ്ടും രാവിലെയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാക്കാണ്. പക്ഷേ അതിനും അപ്പുറത്ത് അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അറിയാവുന്നവരിൽ നമുക്കിടയിലൊക്കെ ഒരുപാട് പേർക്ക് ക്യാൻസർ രോഗബാധ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധിയെ നേരിടുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ചില ഭയമൊക്കെ ഉണ്ട്. ആ ഭയത്തിനും അപ്പുറത്ത് അതിനെ നേരിട്ട് എങ്ങനെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം, മുന്നോട്ട് പോകാം, ഇതൊക്കെയാണ് ഈ ദിവസം എല്ലാവരും ചർച്ച ചെയ്യുന്നത്. വിശദമായി തന്നെ നമുക്ക് ഈ വിഷയം സംസാരിക്കാം. ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാം, ക്യാൻസർ പരിശോധനകൾ എന്തൊക്കെയാണ്, അങ്ങനെ വിശദമായി തന്നെ ഈ വിഷയം സംസാരിക്കാനായി നമുക്കൊപ്പം ചേരുന്നത് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ആനന്ദ് എബിനാണ്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ക്യാൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേടിയോടെ കാണേണ്ട വാക്കാണ് എന്ന് ഒരു ഗുഡ് മോർണിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം നമ്മളിപ്പോൾ വളരെ ധൈര്യത്തോടെ നേരിടുന്നവരെ കാണുന്നുണ്ട്. ഡോക്ടറിനെ പോലെയുള്ളവർ ഇതിന് നിരന്തരം അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഇത്തവണത്തെ ഈ വേൾഡ് ക്യാൻസർ ഡേയുടെ ആപ്തവാക്യം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യുണൈറ്റഡ് ബൈ യുണീക്ക് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. കാരണം യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത്, ഓരോ പേഷ്യൻറ്റിൻ്റെയും ഈ ക്യാൻസറിൻ്റെ ഡയഗ്നോസിസും അതിൻ്റെ ചികിത്സയോടുകൂടെയുള്ള ഒരു യാത്ര വ്യത്യസ്തമാണ്. പക്ഷേ ഓരോരുത്തരുടെ അസുഖവും വ്യത്യസ്തമാണ്. പക്ഷേ എത്രമാത്രം വ്യത്യസ്തമായാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പോരാടാൻ അവരുടെ കൂടെയുണ്ട്. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. കാരണം ഓരോ പേഷ്യൻസും ഫേസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ചലഞ്ചസ്, സോഷ്യൽ ചലഞ്ചസ്, ഫാമിലിയിലുള്ള ഇഷ്യൂസ് അതെല്ലാം വ്യത്യസ്തമായിരിക്കും. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പ്രശ്നമായിരിക്കണമെന്നില്ല അവർക്കില്ല. അപ്പോൾ അതൊരു ഇതിനെതിരെയുള്ള ചികിത്സ എന്ന് പറയുന്നത് ഒരു അസുഖത്തെ ചികിത്സിക്കുക എന്നത് മാത്രമല്ല, അവരുടെ ഫാമിലിയെ മുഴുവൻ നമ്മളോട് ചേർത്ത് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടി വരും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപക്ഷെ മറ്റൊരു രോഗമാണെങ്കിൽ അത് രോഗിയാണ് അനുഭവിക്കുക. പക്ഷെ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ മുഴുവൻ അത് ബാധിക്കുന്നൊരവസ്ഥ, അവരെ സാമ്പത്തികമായും മാനസികമായും ഒക്കെ വലിയ രീതിയിൽ തകർക്കുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഏറ്റവും പ്രധാനം അതിൽ ഏർലി ഡിറ്റക്ഷനാണ്. ഏറ്റവും നേരത്തെ തന്നെ ഈ രോഗം തിരിച്ചറിയുക എന്നതാണ്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, വളരെ വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, സമൂഹത്തിൽ വളരെ വലിയ റോളുകളൊക്കെ എടുക്കുന്നവർ പോലും ഇത് വൈകി മാത്രം അറിയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊക്കെയും വരാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ മതി. അതിലേക്ക് എത്രത്തോളം നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട്? ഒരു പരിധിവരെ നല്ല വ്യത്യാസമുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ഇൻഷുറൻസും പിന്നെ നമ്മുടെ അവയർനെസ്സും അങ്ങനെയൊക്കെ കാരണം ഹെൽത്ത് ചെക്കപ്പുകൾ കുറച്ചുകൂടെയൊക്കെ കോമൺ ആണ്. ആൾക്കാർ വന്ന് ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ പലപ്പോഴും അത് എയർലി സ്റ്റേജിൽ കണ്ടെത്താൻ സാധിക്കുകയും അതിന് നല്ല രീതിയിൽ ചികിത്സ കൊടുത്ത് അത് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പോയി ആ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനോ പണ്ടത്തേക്കാൾ മെച്ചമാണെങ്കിൽ പോലും പോയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് പോയി ഡോക്ടറോട് പറയാനോ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ, നമ്മൾ ഉൾപ്പെടെ. അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് തോന്നുന്നു ഡോക്ടർ. അവരെപ്പോഴും അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് രണ്ടാമത് വെക്കും. വീട്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കുറച്ചൊക്കെ, നമുക്കൊക്കെ ചുറ്റും അറിയാവുന്നവർ. പക്ഷേ നമുക്കറിയാം, സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ളത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ അല്ലേ? അതെ, ഓവർ കോൺഫിഡൻസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്ത്രീകൾ അവർ റെസ്റ്റ് എടുക്കുന്നില്ലല്ലോ. അവർ ഒന്നെങ്കിൽ ജോലി സ്ഥലത്തും തിരിച്ചു വന്ന് വീട്ടിലെ ജോലികൾ, കുട്ടികൾ, വീട്ടിലെ മറ്റു കാര്യങ്ങൾ, അവർക്കൊരു അങ്ങനെ ഒരു ലീവ് അല്ലെങ്കിൽ ഒരു നിന്ന് സ്വന്തം കാര്യം ചിന്തിക്കാനുള്ള ഒരു സമയം അങ്ങനെ സാധാരണ കിട്ടാറില്ല. അതുകൊണ്ട് അവർക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നത് സ്വന്തം കാര്യം മാത്രമാണ്, ബാക്കിയുള്ളൊന്നും മാറ്റിവെക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അത് ഒരു ഡിലേ ഇൻ ഡയഗ്നോസിസ് ആവുന്നത്. ഇപ്പോൾ ഈവൻ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുവാണെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസമല്ല ക്യാൻസർ വരുന്നത്. ഏതൊരു ക്യാൻസർ ആണെങ്കിൽ പോലും അത് ആദ്യം ഒരു നോർമൽ സ്ഥിതിയിലായിരിക്കും, പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും,
പിന്നെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അതൊരു പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് വന്നതിന് ശേഷമാണ് അത് പിന്നെ ക്യാൻസറായി മാറുന്നത്. ഇതൊക്കെ വർഷങ്ങൾ എടുക്കുന്ന കാര്യമാണ്. വൺസ് അത് ക്യാൻസറായി പിന്നെ അത് കുറച്ച് ഫാസ്റ്റാവും. പക്ഷേ ഈ ഒരു ചേഞ്ച് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഒരു ഡയഗ്നോസിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു അസുഖം അത് നമുക്ക് ഒരു മാമോഗ്രാമിലൂടെയോ ശരീരപരിശോധനയിലൂടെ അത് കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും തന്നെ. ഇപ്പോൾ പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അത് സ്റ്റേജ് 0 ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലഭിക്കേണ്ട ചികിത്സകളുടെ അളവ് വളരെ കുറവാണ്, ചികിത്സയുടെ കാഠിന്യം കുറവാണ്, ചെലവ് കുറവാണ്. ചികിത്സകളൊക്കെ അവസാനിപ്പിച്ച് തിരികെ തൻ്റെ ജോലിയിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് പ്രവേശിക്കാനും സാധിക്കും. അപ്പോൾ അത് പക്ഷേ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന നമ്മളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസുഖമാക്കി കഴിഞ്ഞാൽ നമ്മളത് അതിനകത്ത് കീമോതെറാപ്പി എടുക്കേണ്ടി വരും, വലിയ വലിയ ഓപ്പറേഷനുകൾ ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് കാലം 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സകൾ ചിലപ്പം നമുക്ക് എടുക്കേണ്ടി വന്നേക്കാം. ഇതൊന്നുമില്ലാതെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ചികിത്സകൾ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ് ഒട്ടുമിക്ക ക്യാൻസറുകൾ. അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും ഇപ്പോൾ ഒരുപാട് ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ ഒരു വാക്സിനേഷൻ കൊടുത്താൽ അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വ്യാപകമായുള്ള ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അതിനെപ്പറ്റിയൊക്കെ വരുമ്പോൾ ഇപ്പുറത്ത് അപ്പം തന്നെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം, ഇതൊക്കെ ആവശ്യമില്ലാത്തതല്ലേ എന്നൊരു ചോദ്യവും അല്ലെങ്കിൽ സംശയമൊക്കെ വരാറുണ്ട്. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ പറ്റിയാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. നമുക്ക് പ്രശ്നം വന്നാലും കുഴപ്പമില്ല, അതിന് പ്രതിരോധിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അത്തരം ആശങ്കകളെ, ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയൊക്കെ? ഒരു പരിധി വരെ നമുക്ക് അവയർനെസ് കൊണ്ട് അത് സാധിക്കും. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇപ്പം സംശയം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ നമുക്ക് ഇതുപോലെയുള്ള അവയർനെസ് സ്റ്റോക്കുകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ക്യാൻസറുകൾ നമുക്ക് ബ്രസ്റ്റ്, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ്, വൻകുടലിൻ്റെ മലാശയത്തിൻ്റെ ക്യാൻസർ, ലങ്, പിന്നെ നമ്മുടെ വായിലുണ്ടാകുന്ന ക്യാൻസറുകൾ. അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 50% ക്യാൻസറായി. ഇതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇതിനെല്ലാം തന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട്. ഇപ്പോൾ വായിലുള്ള ക്യാൻസർ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന പുകയില അല്ലെങ്കിൽ പുകവലി ശീലമുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പരിശോധനയിലൂടെ തന്നെ വായിലുള്ള ക്യാൻസറിൻ്റെ തുടക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. മാമോഗ്രാം ആണെങ്കിൽ നമ്മളൊരു 40 വയസ്സിന് ശേഷം നമുക്കൊരു മാമോഗ്രാം എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞല്ലോ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു നോർമലിൽ നിന്ന് ഒരു ക്യാൻസറിലേക്ക് എത്താൻ ഒരു 10 മുതൽ 20 വർഷം വരെ എടുക്കും യഥാർത്ഥത്തിൽ. പിന്നെ നമുക്ക് പലപ്പോഴും പല ക്യാൻസറുകളിലും നമുക്കൊരു കാരണം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കതിനകത്ത് ഒറ്റ ഉത്തരവില്ല. പക്ഷേ ഒരു സിംഗിൾ ഫാക്ടറുള്ള വളരെ റെയറായിട്ടുള്ള ക്യാൻസറുകളിൽ ഒന്നാണ് സെർവൈക്കൽ ക്യാൻസർ. കാരണം അത് HPV എന്ന് പറഞ്ഞ ഒരു വൈറസാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറസ് കോമൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമൺ ആണ്. ഇന്ത്യയിൽ ഏകദേശം 10% സ്ത്രീകളിൽ, എന്ന് വെച്ചാൽ 10% എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 7 കോടി സ്ത്രീകളിൽ ഈ HPV വൈറസ് ഉണ്ട്. അപ്പോൾ HPV വൈറസ് ഉള്ളതുകൊണ്ട് എനിക്ക് സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ മുഖ ക്യാൻസർ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിർബന്ധവുമില്ല. കാരണം നമ്മളുടെ തന്നെ പ്രതിരോധ ശേഷി ഈ HPV വൈറസിനെ കുറച്ച് ചെയ്യുമ്പോൾ നശിപ്പിച്ചു കളയും. അതിൽ തന്നെ ഒരു 1 മുതൽ 2% ആൾക്കാർക്ക് മാത്രമാണ് ഈ സെർവൈക്കൽ ക്യാൻസറിലേക്ക് വരുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് 10 മുതൽ 20 വർഷം എടുക്കുന്ന പ്രോസസ്സാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് അത് ഒരു 10 മിനിറ്റിൻ്റെ OP പ്രൊസീജിയറിലൂടെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചുകളുണ്ടോ ഇല്ലയോ എന്ന്.
അത് നമ്മൾ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ച് കണ്ടുപിടിച്ചാൽ തന്നെ അത് ഒ പിയിൽ തന്നെ വെച്ച് നമുക്ക് കരിച്ചു കളയാവുന്നതാണ്. ഇനി ഇതൊന്നുമില്ലാതെ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു വൈറസാണ്. നമ്മൾ പല വൈറസുകൾക്ക് നമ്മൾക്ക് വാക്സിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റേതായിട്ടുള്ളൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിൻ എഫക്റ്റീവ് ആവണമെങ്കിൽ അത് നന്നേ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എടുക്കണം. ഐഡിയലി ഒരു 9 മുതൽ 14 വയസ്സിനിടയ്ക്കാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ നമുക്ക് 25 വയസ്സ് വരെ എടുത്താലും വലിയ കുഴപ്പമില്ല. ചില കേസുകളിൽ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് 45 വയസ്സ് വരെ എടുത്താലും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഐഡിയൽ നമ്മളൊരു പറയുമ്പോൾ 9 മുതൽ 14 വയസ്സുള്ള അതിനിടയ്ക്ക് തന്നെ നമ്മൾ ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നതിനായിട്ടുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗർഭാശയമുഖ ക്യാൻസർ, നമുക്ക് സെർവിക്കൽ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു മാതാപിതാക്കളുടെ കടമയാണ് നമ്മളുടെ കുട്ടികളെ കൊണ്ടുപോയി വാക്സിൻ എടുക്കുക എന്നുള്ളത്. വാക്സിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള വാക്സിൻസാണ്. നമ്മൾ എല്ലാവരും ഒരുപാട് വാക്സിൻസ് എടുത്തുള്ളവരാണ്. അതിനങ്ങനെ ഒരു സൈഡ് എഫക്റ്റോ അങ്ങനെയൊന്നും സാധാരണ കാണാറില്ല. അതിനെക്കുറിച്ച് ഒരു പേടിയുടെ ആവശ്യമേ ഇല്ല ആക്ച്വലി. ശരി ഡോക്ടർ, എപ്പോഴും ക്യാൻസർ വ്യത്യസ്ത ക്യാൻസറാണ്, ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. എങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് ഇപ്പോൾ ജനറലായി പറയുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് രാത്രികളിൽ പനിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ ഒരു ചെക്കപ്പ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അസാധാരണമായ രീതിയിൽ ഒരു എന്തോ പ്രശ്നമുണ്ട്, ഇതൊന്ന് പോയി ചെക്ക് ചെയ്ത് കുഴപ്പമില്ല എന്ന് ഉറപ്പിക്കാം എന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് ചില പൊതുവായ ലക്ഷണങ്ങൾ പറയാൻ കഴിയുമോ? പൊതുവായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു ലക്ഷണം കണ്ടാൽ അത് നമ്മൾ ഇൻ്റർനെറ്റിൽ അത് സെർച്ച് ചെയ്ത് അതിന് ഒരു തെറ്റായ മറുപടി ലഭിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ചെയ്യേണ്ടത്. നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കാണുകയാണ് നമ്മൾ അങ്ങനെ ഒരു പുതിയതായിട്ടൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. പൊതുവായിട്ടൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഏറ്റവും അടുത്തുള്ളൊരു ഡോക്ടറെ പോയി, ഇപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ ആദ്യം പോയി കാണണമെന്നൊന്നുമില്ല, ഏറ്റവും അടുത്തുള്ളൊരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനത് പരിശോധിച്ച് അതിന് ഒരു നല്ല ഡയറക്ഷൻ തരാൻ പറ്റും. പിന്നെയുള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള ക്യാൻസർ നമ്മളിപ്പോൾ പറഞ്ഞ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ, അത് നമുക്ക് അത് സ്ഥിരമായി കാണാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ പോയി കാണാം. പിന്നെയുള്ള നമുക്ക് ഇപ്പോൾ ലങ്സിൻ്റെ ക്യാൻസർ, അപ്പോൾ അത് പക്ഷേ നമുക്ക് പുകവലി ശീലമുള്ളവർക്കാണ് സാധാരണ വരാൻ സാധ്യതയുള്ളത്. നിർത്താത്ത ചുമയ്ക്കുമ്പം കഫത്തിൻ്റെ കൂടെ രക്തം വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡോക്ടറെ പോയി കാണാം. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിൻ്റെ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ക്യാൻസറാണ്. അത് നമ്മളിപ്പം ഒരു കേരളത്തിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അർബൻ സാഹചര്യങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ നമ്മളിപ്പം ഒരു കൊച്ചിയിലോ തിരുവനന്തപുരത്തെയോ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റും പിന്നെ വൻകുടൽ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ക്യാൻസറുകളാണ്. ഇപ്പോൾ വൻകുടൽ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ക്യാൻസറുകളുടെ ലക്ഷണം സാധാരണ എപ്പോഴും കാണുന്നത് നമ്മുടെ മലത്തിൽ ബ്ലീഡിങ് ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മുടെ മലത്തിൽ ബ്ലീഡിങ് ഉണ്ടാവുക, നമ്മളുടെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോവുക. പിന്നെയുള്ളത് ഒരു ലക്ഷണം സാധാരണ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മലം പോയതിന് ശേഷവും നമുക്ക് പൂർണ്ണമായി പോയി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പിന്നെ വീണ്ടും നമുക്ക് പോകണമെന്ന് തോന്നുക, അത് ഒരു മലാശയ ക്യാൻസറിൻ്റെ സാധാരണ കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ്. ഇതല്ലാതെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ക്യാൻസറാണ്. നമുക്കത് അത് പക്ഷേ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴാണ് വരാൻ സാധ്യത. ഒരു 50 അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് മൂത്രസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് ഒരു അടുത്തുള്ള ഒരു യൂറോളജി ഡോക്ടറെയോ ഒരു ജനറൽ ഡോക്ടറെയോ അങ്ങനെ കാണിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ.
ശരി, ഇനി രോഗം കണ്ടെത്തി, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോഴും നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നത് പിന്നെ ആ ചികിത്സയുടെ ചെലവ്, അതിനോടൊപ്പം മറ്റ് ചികിത്സകൾക്ക് ഇല്ലാത്തതുപോലെ ഒരുപക്ഷെ നമ്മുടെ രൂപത്തിലൊക്കെ ഒരു മാറ്റം വന്നേക്കാം കീമോതെറാപ്പിയൊക്കെ എടുക്കുമ്പോൾ. ഈ ചികിത്സയ്ക്ക് പോയാൽ ഇനി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ അനാവശ്യമായ ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നതാണല്ലോ വാസ്തവം. ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി തുടങ്ങിയ പുതിയ പുതിയ സങ്കേതങ്ങളുണ്ട്. അപ്പോൾ ഈ ചികിത്സയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഡോക്ടർ ഏറ്റവും പുതിയതായിട്ട് ഈ ചികിത്സാ രംഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ? ഇപ്പോൾ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മലാശയ ക്യാൻസർ നമ്മൾ ഇപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വളരെ നേരത്തെ തന്നെ കണ്ടെത്തുവാണെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ളപ്പം നമുക്ക് പലപ്പോഴും ആൾക്ക് ഇങ്ങനെ ഒരു രൂപമാറ്റം വരുന്നതോ അതോ പുറത്ത് മുറിവുകളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വളരെ എയർലി ആയിട്ടുള്ള മലാശയ ക്യാൻസർ ഉള്ളപ്പോൾ നമുക്ക് മലദ്വാരത്തിലൂടെ തന്നെ നമുക്ക് ഈ റോബോട്ടിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ അസുഖം എടുത്തു മാറ്റാൻ സാധിക്കുന്നതാണ്. അതോടുകൂടി അയാളുടെ ചികിത്സയും അവസാനിച്ചു. പുറത്തൊരു മുറിവുകളുമില്ല. ഒരാഴ്ച അല്ലെങ്കിൽ പരമാവധി 2 ആഴ്ചയ്ക്ക് ശേഷം ആൾക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അസുഖം തിരികെ വരാനും വളരെ കുറവ്. ആർക്കും ഒരു ചികിത്സ നടന്നതായിട്ട് പോലും ആർക്കും മനസ്സിലാകത്തില്ല, സ്വയം പോലും മനസ്സിലാകത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു എയർലി ഡിറ്റക്ഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഇമ്മ്യൂണോതെറാപ്പി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം ചില മലാശയ ക്യാൻസറുകൾ നമുക്ക് ഇപ്പം പഠനങ്ങളനുസരിച്ച് അത് ഒരു പ്രത്യേക സ്ഥലത്ത് മലാശയ ക്യാൻസറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് കണ്ടെത്തുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു ബാഗ് വെക്കേണ്ട ഒരു സാഹചര്യം ചില കേസുകളിൽ വരാറുണ്ട്. അങ്ങനത്തെ രോഗികൾക്ക് എല്ലായ്പ്പോഴും അല്ല, ചില ടെസ്റ്റുകളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി മാത്രം കൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് അപ്പം ഈ ചികിത്സ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒത്തിരി കഠിനമല്ല ഇപ്പോൾ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയെക്കുറിച്ച് ഒന്നും പേടിക്കാനില്ല. ആക്ച്വലി ഒരു കുറച്ച് സമയത്തെ ചികിത്സ കൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കും. വളരെ നന്ദി ഡോക്ടർ. ഡോക്ടർ ആനന്ദ് എബിനാണ് നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചത്. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടൻ്റാണ് ഡോക്ടർ ആനന്ദ്. ക്യാൻസർ അങ്ങനെ പേടിക്കേണ്ട ഒന്നല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് മറ്റസുഖങ്ങൾ വരുന്നത് പോലെ ഒരുപക്ഷെ ക്യാൻസർ വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക, പരിശോധനകൾ നടത്തുക, നമുക്ക് രോഗമില്ലെന്ന് ഉറപ്പിക്കുക. രോഗം വരാൻ ഉള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുകവലിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൃത്യമായ പരിശോധനകളൊക്കെ നടത്തി ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അല്ലേ ഡോക്ടർ? നമുക്ക് ആ ഒരു മെസ്സേജോടെ ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു മെസ്സേജേ ഉള്ളൂ നമ്മളുടെ ഈ ഡിസ്കഷനിൽ. ക്യാൻസർ എന്ന ഡയഗ്നോസിസിനെ അല്ല പേടിക്കേണ്ടത്, വൈകിയുള്ള ഡയഗ്നോസിസിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അത്ര മാത്രം ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നമുക്കപ്പോൾ ഈ ക്യാൻസർ ദിനത്തിൽ അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരായിരിക്കാം, പരിശോധനകൾ നേരത്തെ തന്നെ നടത്താം. താങ്ക് യു ഡോക്ടർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.